ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത്. പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല. ഇതിന് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത്. നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. കൃത്യം 10 മണിക്കാണ് കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ എടുത്തത്. 10:01 ആരോഗ്യമന്ത്രി വീണ മറുപടി പറഞ്ഞു. 10:05 രമയുടെ നോട്ടീസ് അവതരണം. രമയ്ക്ക് മറുപടി പറയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയാണ്. നിയമസഭാ മന്ദിരത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു താനും. എന്നിട്ടും എന്തേ വന്നില്ല? 11:55 ക്ഷേമ പെൻഷൻ അടക്കം സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി സവിസ്തരം സംസാരിക്കാൻ എത്തുകയും ചെയ്തു. അപ്പോൾ അവനവന് പറയാനുള്ളത് മാത്രമാണോ ഈ മുഖ്യമന്ത്രിക്ക് നിയമസഭ? രമയെ കാണാതെയുള്ള മുഖ്യമന്ത്രിയുടെ ഈ കണ്ണുപൊത്തിക്കളി ഇതാദ്യമല്ല. കഴിഞ്ഞ തവണ സ്പീക്കറെ കരുവാക്കി, ഇപ്പോൾ ആരോഗ്യമന്ത്രിയെയും. അനാരോഗ്യകരമായ ഈ പ്രവണത പിണറായി തുടരുന്നത് എന്തുകൊണ്ട്? ഈ വിഷയമാണ് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. രമയ്ക്ക് മുഖം കൊടുക്കില്ലേ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സഹയാത്രികൻ റജി കുര്യാക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ NV ബാലകൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ എന്നിവർ തത്സമയം ന്യൂസ് ഈവനിംഗിൽ അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ റജി ലൂക്കോസ്, എന്തുകൊണ്ട് ഇന്നത്തെ വിഷയത്തിൽ രമയ്ക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി സന്നദ്ധമായില്ല? അല്ല, ബഹുമാനപ്പെട്ട വേണു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മറ്റു മുഖ്യമന്ത്രിമാരും നിയമസഭാ മന്ദിരത്തിലുള്ളപ്പോൾ പലപ്പോഴും നിയമസഭയ്ക്കുള്ളിൽ അടിയന്തര ഘട്ടത്തിലല്ലാതെ കണ്ട് പലപ്പോഴും അവർക്ക് അവരുടെ ക്യാബിനിലേക്ക് പോകേണ്ട സാഹചര്യം വരും. മുഖ്യമന്ത്രിമാരെ കാണാൻ പല ഡെലിഗേറ്റ്സ് വരും. അതിപ്രധാനമായ ചില കൂടിക്കാഴ്ചകൾ നടക്കുക സ്വാഭാവികമാണ്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ല. അത്തരം ഒരു യാദൃച്ഛികതയുടെയും ആനുകൂല്യം ഈ കാര്യത്തിലില്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ലാതെ ഈ TP കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രമയ്ക്ക് നോട്ടീസ് തന്നെ തള്ളുന്ന അവസ്ഥയാണ് നേരിടേണ്ടി വന്നത്. എന്ന് മാത്രമല്ല, മീഡിയ റൂമിൽ അന്ന് രമ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആരാണ് ഈ മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്നത്? എന്തായാലും രമയല്ല. അതോ അന്നും ഈ പറയുന്ന അടിയന്തരമായ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല ആളുകളും വരേണ്ടതുണ്ടായിരുന്നു എന്നാണ് എങ്കിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഈ ജനവിധിയിൽ നിന്നും നിങ്ങളുടെ മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ഈ ജനവിധി കഴിഞ്ഞ് ഈ ബഹുമാനപ്പെട്ട കെ രമയുടെ MLA പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവ് പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള വിജയാഘോഷങ്ങളുടെ വടകരയിലെ സമ്മേളനത്തിൽ വെച്ച് കേരളം ഇന്നുവരെ കേൾക്കാത്ത ഇതിലുള്ള അറപ്പുള്ള സ്ത്രീവിരുദ്ധത പറഞ്ഞില്ലേ? ഒരു കേരള ആരാധനയോട് കാണുന്ന. അതൊക്കെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വരാം. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം മുഴക്കോടി മലയിൽ ആളുകൾ പോയി ഒളിക്കുന്നത് കാണാം. അത് മനസ്സിലാക്കാം ഏത് തരക്കാരാണ് അവിടെ പോയത് എന്നും. അത്തരമൊരു കേന്ദ്രമല്ല നിയമസഭാ മന്ദിരം. ഒരാൾ കൊളിച്ചിരിക്കാനുള്ള സംവിധാനമല്ല അത്. അല്ല, അത് വെറുതെ ഈ ഒരു വാർത്തകൾക്ക് വേണ്ടിയിട്ട് ആലങ്കാരികമായിട്ട് പ്രയോഗിക്കുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്ത് മറുപടി പറയേണ്ട എത്രയോ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട MP രാജേഷ് ഈ നിയമസഭാ സെഷന്റെ തന്നെ മറുപടി പറഞ്ഞ് കൃത്യമായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട വീണ ജോർജ്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, ഇന്ന് നിയമസഭയ്ക്കകത്തിൽ അവർ മുഴക്കിയത് ഇടിനാഥം പോലെയാണ് പ്രതിപക്ഷത്തിന് നെഞ്ചിലേക്ക് കൊണ്ടത്. അവർ ഉയർത്തിയ വിഷയങ്ങളെല്ലാം ഇന്ന് വേണു കേട്ടില്ലേ? അത് മുഖ്യമന്ത്രി ആണെങ്കിലും വീണ ജോർജ് ആണെങ്കിലും ആ അടിയന്തര പ്രമേയത്തിന് പറയേണ്ട മറുപടിയിൽ കൃത്യമായിട്ട് പറഞ്ഞു. എത്രയോ സംഭവവാസങ്ങള്, അവരുടെ സ്ത്രീവിരുദ്ധതയുടെയും സ്ത്രീവേട്ടയുടെയും ചരിത്രങ്ങള് ബഹുമാനപ്പെട്ട വീണയുടെ അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല. വീണയുടെ പെർഫോമൻസ് ലെവൽ എത്ര? ഇതായിരുന്നില്ല എനിക്ക് അങ്ങയോടുള്ള ചോദ്യം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ NV ബാലകൃഷ്ണൻ, മുഖ്യമന്ത്രിയാണ് സഭാനാഥൻ. മുഖ്യമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഭരിക്കുന്നത്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത്, അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് ഈ പറയുന്ന രമ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ഇല്ലാതിരിക്കുന്നത് യാദൃച്ഛികമാണോ? പ്രിയപ്പെട്ട വേണു, ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാർലമെൻറ്റിൽ ഈ മൂന്നാമത്തെ മോദി ഗവൺമെൻറ് വരുന്നതിനുള്ള 1ഉം 2ഉം പാർലമെൻറ്റുകളിൽ ലോക്സഭ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഹാജരാവാറില്ല. പലപ്പോഴും അദ്ദേഹം പാർലമെൻറ്റിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുക. ആ കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. നമ്മുടെ പാർലമെന്ററി മര്യാദകളുടെ ഒരു ചരിത്രമൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. AKG പാർലമെന്റിൽ പ്രസംഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു
മറ്റെന്തൊക്കെ ജോലികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഓടി വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാർ താഴെയുള്ള സഖാക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഇതൊക്കെ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മോദി എന്താണോ ചെയ്യുന്നത്, എങ്ങനെയാണോ മോദി പാർലമെന്റിനെ അവഗണിക്കുന്നത്, അതേ നിലപാടുകൾ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുമ്പോഴും അതിനെ റെജു ലൂക്കോസിനെ പോലുള്ളവർ ന്യായീകരിക്കാൻ ബാധ്യതപ്പെടുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് സമ്മതിക്കണം. ഒന്നുകിൽ കെ രമയെ പോലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയ്ക്ക് എത്തിയിട്ടുള്ള ഒരാളെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസമാണ്. അത് ഒന്നുകിൽ അദ്ദേഹം പരമഭീരുവായിട്ടുള്ളൊരു മനുഷ്യനാണോ, ചന്ദ്രശേഖരന്റെ ഭാര്യയെ കാണാൻ, അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ, അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ എന്തെല്ലാമോ വൈകാരിക പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റെന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടോ ഇനിയിപ്പോൾ കുറ്റബോധമൊന്നും പിണറായി വിജയൻ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടൊക്കെയാണോ അദ്ദേഹം അതിനെ അഭിമുഖീകരിക്കാത്തത് എന്ന് തീർച്ചയായും നമ്മൾ സംശയിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പാർലമെന്റിലാകെയുള്ള കെ രമയോടുള്ള പിണറായി വിജയന്റെ സമീപനം നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. ഒന്നുകിൽ അതാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു സന്ദേശം കേരളത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്താലും ശരി, മറ്റെന്തൊക്കെ കോലാഹലങ്ങൾ നടന്നാലും ശരി, ഞാൻ എൻ്റെ നിലപാടുകളിൽ ഒന്നും ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. ശൈലി മാറ്റം പോയിട്ട് എന്തൊക്കെ ദാർഢ്യവും ധിക്കാരവും അതുപോലെ തുടങ്ങിയിട്ടുള്ള നിലപാടുകളാണോ താൻ ഇതുവരെ തുടർന്നു പോകുന്നത്, ആ നിലപാടുകളിൽ നിന്ന് അണികിട മാറാൻ ഞാൻ തയ്യാറല്ല. ഇതിൽ ഏതാണ് പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചർച്ച മാത്രമാണ് വേണ്ടത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ഇപ്പോ പിണറായി വിജയനും രമയും മുഖാമുഖം നിൽക്കുമോ ഇല്ലയോ എന്ന ഉദ്വിഗ്നതയുടെ ഒന്നും ഒരാവശ്യവുമില്ല ജനാധിപത്യ കേരളത്തിന്. രണ്ടുപേരും തുല്യമായി തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രണ്ട് നിയമസഭാ സാമാജികരാണ്. ഒരാൾ ചോദ്യം ചോദിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, മറ്റൊരാൾ അതിൻ്റെ ഉത്തരം പറയാൻ ബാധ്യതയോടുകൂടി നിൽക്കേണ്ട നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതേ ഉള്ളൂ ആ കാര്യത്തിലുള്ള ഏക സമീകരണം. അവിടെ എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇദ്ദേഹത്തിന് മടി? മാത്രമല്ല, ഇവർ തമ്മിൽ എവിടെയെങ്കിലും ഒരു കൂടിക്കാഴ്ച നടന്നുവെങ്കിൽ അതൊരു വലിയ വാർത്താ പ്രാധാന്യത്തോടെ അപൂർവതയായി പറയേണ്ട വരുന്ന ഒന്നായി മാറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അവിടെ ആ ജില്ലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്നു, അതിലൊരാളായി രമയിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥലമേറ്റെടുക്കലുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ രമ പറയുന്നു, നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നും ഒരു പത്രവാർത്ത വരുന്നു. ചിത്രങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. ഇങ്ങനെ അപൂർവമായൊരു കൂടിക്കാഴ്ച നടന്നു എന്ന് കരുതേണ്ട ഒന്നാണോ കെ രമ MLA യും പിണറായി വിജയൻ MLA യും തമ്മിൽ നിയമസഭയിൽ നടക്കേണ്ട ആശയവിനിമയം? നോക്കൂ, ഇതിൽ വേണു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയണം. പക്ഷേ ഇവിടെ ഞാനിടയ്ക്ക് പറയാറുണ്ട്, CPMന്റെ ദുരൂഹ രാഷ്ട്രീയം എന്ന് പറയാറുണ്ട്. അതായത് ഇതൊരു അപ്രഖ്യാപന നയമാണ്. അതായത് കെ രമയ്ക്ക് മുഖ്യമന്ത്രി ഉത്തരം നൽകേണ്ടതില്ല എന്നൊരു CPMന്റെ നയമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നയം അവർ പുറത്തു വരണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ല ഭീരു, CPM ആണ് ഭീരു. കാരണം കെ രമ എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയാണ്. TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ നിയമസഭയിൽ കാണുമെന്ന് ഒരു കാലത്തും CPM പ്രതീക്ഷിച്ചില്ല. അപ്പോൾ രമ ആരോടാ ചോദിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ. ഒരു ചൂണ്ടുവിരൽ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് രമ ചൂണ്ടുവല്ലോ. കേരളത്തിലെ CPMന്റെ ഒരു നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടാറില്ല. അപ്പോൾ കെ രമയുടെ വിരൽ ചൂണ്ടൽ മുഖ്യമന്ത്രി അഭിമുഖീകരിക്കണമെന്ന് പറയുന്നത് ആ പാർട്ടിക്ക് സഹിക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണെങ്കിൽ ഒരു തുറന്നു പറയണം, എന്ത്, കെ രമയെ CPM നിയമസഭയിൽ മുഖ്യമന്ത്രി ഉത്തരം നൽകില്ല എന്ന് പറയണം. ഇങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് ഇതുപോലെ ചോദ്യം വന്നപ്പോൾ MP രാജേഷിനെ ചുമതലപ്പെടുത്തി. ഇന്നത് മറ്റൊരു വനിതാ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അതായത് CPMന്റെ ഒരു സ്ത്രീവിരുദ്ധ സമീപനം എന്ന് ഞാൻ പറയുമ്പോൾ എതിർകക്ഷികളിലെ സ്ത്രീകളോടുള്ള CPMന്റെ സമീപനം എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കണം. അതായത് പണ്ട് KR ഗൗരിയമ്മയുടെ കാലത്തും സുശീല ഗോപാലൻ്റെ കാലത്തും ഒരു കണക്കിന് സരോജിനി ബാലാനന്ദനെ പോലും കരയിപ്പിച്ച പാർട്ടിയാണ് CPM. അപ്പോൾ പിന്നെ കെ രമയുടെ കാര്യത്തിൽ അവരെടുക്കുന്ന നിലപാടിനോടൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഒരു സെക്കൻഡ്, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായും രമ നീതി പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്ന സ്പീക്കർ പദവിയാണല്ലോ. ആ വ്യക്തി തന്നെ രമയെ നിശബ്ദമാക്കുന്നതാണ് കഴിഞ്ഞ മാസം 25-ാം തീയതി നാം കണ്ടത്, അല്ലേ? അന്ന് ഈ നോട്ടീസ് തന്നെ അംഗീകരിക്കുകയുണ്ടായിട്ടില്ല. അങ്ങനെ ഒളിച്ചു വയ്ക്കുക, മൂടി വയ്ക്കുക എന്ന് പറയുന്ന ഒരു നീക്കം നടക്കേണ്ട സ്ഥലമാണോ നിയമസഭ? അതേ നിയമസഭയിൽ ഇന്നലെ രമ സംസാരിക്കുകയുണ്ടായി ഈ ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചയിൽ. എന്താണോ പിണറായി വിജയൻ അലോസരപ്പെടുത്തുമായിരുന്നത്, എന്താണോ സ്പീക്കർക്ക് പിണറായി വിജയന് വേണ്ടി കരാറെടുത്ത പോലെ പ്രവർത്തിക്കേണ്ടി വന്നത്, ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ രമ സംസാരിച്ചത് ഈ ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ എന്താണോ 25-ാം തീയതി
രമ പറയാൻ ഉദ്ദേശിച്ചത്? അതിന്റെ ഏകദേശ കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിഞ്ഞു. ആ വാക്കുകൾ കേരളം കേൾക്കട്ടെ. നമുക്ക് രമയുടെ വാക്കുകളിലേക്ക് പോകാം. വടക്കൻ മേഖലകളിലൊക്കെ പല ജയിലുകളും ഭരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ് സാർ. ഉദ്യോഗസ്ഥരെ മാത്രമല്ല സർക്കാരിനെ പോലും മുൾമുനയിൽ നിർത്താൻ ശേഷിയുള്ളവരാണ് സാർ ഈ ക്രിമിനലുകൾ. അതുകൊണ്ട് തന്നെ സാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും അതിനെ പോലും മറികടന്നുകൊണ്ട് ടി പി കേസിലെ പ്രതികളെ വിട്ടയക്കാൻ വേണ്ടിയുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചത്. നിങ്ങളുടെ നിർദ്ദേശമില്ലാതെ എങ്ങനെയാണ് സാർ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പ്രതികളെ ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടി സാധിക്കുക? നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഈ പ്രതികളെ എന്നുള്ളത്. അതുകൊണ്ടാണ് വിട്ടയക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ഇടയായിരിക്കുന്നത്. ഈ സംഭവങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കുകയാണ് സർക്കാർ ചെയ്തത്. സാർ, എന്റെ മൊഴിയെടുത്തൊരു പോലീസുകാരനെ വയനാട് ജില്ലയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്തത് സാർ? ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു. ഉദ്യോഗസ്ഥനോട് മൊഴിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അത് നിറവേറ്റുകയാണ് ചെയ്തത്. പക്ഷേ അതിനെ സർക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് പ്രതികാര നടപടി എടുക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ്, നിങ്ങളാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സാർ. സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമായിരുന്നു സാർ ടി പി ചന്ദ്രശേഖരൻ്റേത്. സാർ, അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ ഫെബ്രുവരി 27 ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിച്ചിട്ടിപ്പോൾ 5 മാസം കഴിഞ്ഞിരിക്കുകയാണ് സാർ. 5 മാസം കഴിഞ്ഞിട്ടും സർക്കാർ അതിനകത്ത് അപ്പീൽ പോയിട്ടില്ല. സംസ്ഥാന സർക്കാരാണ് അപ്പീൽ പോകേണ്ടത്. അപ്പീൽ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂട്ടറുടെ കത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ കത്തും ഒക്കെ സർക്കാരിന്റെ കൈവശമുണ്ട്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പത്തിരിക്കുകയാണ്. അതിനൊരു തീരുമാനമെടുത്തിട്ടില്ല. ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് സാർ ആ കേസിൽ അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനിക്കാത്തത്. അതിന് തീരുമാനമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. അതിനപ്പുറം ഈ കേസിലെ പ്രതികൾക്ക് അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. കഴിഞ്ഞ 12 കൊല്ലമായി ജയിലിൽ കഴിയുന്ന ഈ പ്രതികൾ ഇപ്പോൾ ഹൈക്കോടതിയിലും വലിയ അഭിഭാഷകരെ വെച്ച് നടത്തി, സുപ്രീം കോടതിയിലും ഇപ്പോൾ അതിനേക്കാളും വലിയ അഭിഭാഷകരെ വെച്ച് കേസ് നടത്താൻ വേണ്ടി പോവുകയാണ്. എവിടുന്നാണ് സാർ ഈ കൊലയാളികൾക്കൊക്കെ പണം ഉണ്ടാകുന്നത്? ഈ കൊലയാളികൾക്കൊക്കെ പണം കൊടുക്കുന്നത് ഈ പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ സംരക്ഷണത്തിൽ ഈ കൊലയാളികൾ വളരുകയാണ്. അതിനുള്ള സഹായങ്ങളെല്ലാം സർക്കാരും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ സർക്കാർ ഈ പിണറായി സർക്കാർ അടുത്ത 2 വർഷം കഴിഞ്ഞ അധികാരത്തിൽ വരില്ല, ഇടതുപക്ഷം എന്നിവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ സർക്കാർ പുറത്തു വരുന്നതിന് മുന്നേ ഈ പ്രതികളെ ജയിലിൽ നിന്ന് പുറത്തു നടത്തണം എന്നുള്ളതാണ് സർക്കാരിന്റെ അജണ്ട. അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അപ്പീലിന് പോലും പോകാൻ വേണ്ടി കഴിയാതെ ഈ കേസിന്റെ അടയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് തീരുമാനമെടുക്കാനുള്ള നടപടി ഉണ്ടാകണം. റജി ലൂക്കോസ്, ഈ പെർഫോമൻസ് കണ്ടല്ലോ അല്ലേ? താങ്കൾ ഈ വീണ ജോർജിന്റെ മാത്രം പെർഫോമൻസിന്റെ മികവായിരിക്കില്ലല്ലോ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഇത് ഈ പറയുന്ന സ്പീക്കർ ഷംസീറോ അല്ലെങ്കിൽ പിണറായി വിജയനോ കൽപ്പിച്ചു കൊടുക്കേണ്ട ആനുകൂല്യത്തിന്റെ ഭാഗമായി വരേണ്ടതല്ല. ഇത് ആ നിയമസഭ ജനാധിപത്യപരമായ അംഗത്തിന് അനുവദിച്ചിരിക്കുന്ന അവകാശമാണ്. അതാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഏത് സാങ്കേതികത്വം പറഞ്ഞ് ഷംസീർ തള്ളിക്കളഞ്ഞാലും, ഏത് അടിയന്തര ആവശ്യമെന്ന് പറഞ്ഞ് ഈ നിയമസഭാ മന്ദിരത്തിലെ മുറിയിൽ പോയി ഒളിച്ചിരുന്നാലും ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവിടെ ഉയരുക തന്നെ ചെയ്യും. രമ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. രമയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട്. ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ എന്തേ ഈ ഷംസീറിന് മടി, പിണറായി വിജയന് മടി? പിണറായി വിജയൻ ആ സമയത്ത് മൂടും തട്ടി എഴുന്നേറ്റ് പോകും. ഷംസീർ ആ സമയത്ത് ചെയറൊഴിഞ്ഞ് ചിറ്റയത്തിന് കൈമാറും. എന്തുകൊണ്ടിത്? ഇതെല്ലാം നിങ്ങളുടെ സംശയക്കെട്ടിലൂടെ വീക്ഷിക്കുന്നതിനുള്ള പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയാം, അത് കേൾക്കാനുള്ള സന്മനസ് ഉണ്ടാകണം. ഈ വിഷയം, അതായത് ജയിൽ മോചിതരാകാനായിട്ട് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ 3 പ്രതികൾക്ക് ജയിലിൽ നിന്ന് വിടുതൽ നൽകാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസുകാർ തന്നെ ദിവസങ്ങൾക്ക് മുമ്പേ സമീപിച്ചെന്നും ഞാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് വിശദമായിട്ട് സംസാരിക്കാമെന്നും അവര് ഈ വാർത്ത പുറത്തു വന്നതിന്റെ അന്ന് വൈകിട്ട് നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞു. ഞാൻ ആ ചർച്ചയിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഈ വിഷയത്തിലോട്ടുള്ള താല്പര്യം എത്ര വലുതാണെന്നുള്ളവരെ മനസ്സിലായി. മാധ്യമങ്ങൾ എടുക്കുന്ന താല്പര്യം പോലും തന്റെ ഭർത്താവിന്റെ ഭരണത്തിലെ പ്രതികളെ വെറുതെ വിടുവാൻ, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കുറച്ച് അവരെ മോചിപ്പിക്കാനെടുത്ത സമീപനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണത്തിന് മുമ്പേ അവരെ അറിഞ്ഞിട്ട് പോലും അവർ പുറത്തു വിട്ടിട്ടില്ല. മാധ്യമങ്ങൾ വന്നപ്പോൾ അതായത് ഞാനിരുന്ന ഒരു ചർച്ചയിലോട് പറഞ്ഞത് അത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പറയണ്ട. പിന്നെ കെ രമ MLA അവരുടെ കഴിവിനെ കുറിച്ച്, അവരുടെ നിയമസഭയുടെ പ്രശ്നത്തെ കുറിച്ച് ആരും കുറച്ച് കാണുന്നില്ല. അങ്കമാലി MLA റോഷി 2012 മുതൽ തുടങ്ങിയ ഒരു നിയമയുദ്ധമുണ്ട് ആ സ്ത്രീയുടെ. അത് ഈ പോലീസുകാർ വന്നങ്ങോട്ട് പറയുമ്പോൾ അതിൽ എന്തോ താല്പര്യമില്ലായ്മ കൊണ്ട് അതിനോടങ്ങ് സഹകരിച്ചു എന്ന ദുരർത്ഥം വരുന്ന രൂപത്തിൽ പ്രതികരിക്കരുത്. നിങ്ങൾ നിയമസഭയ്ക്കകത്ത് അവരുടെ രാഷ്ട്രീയ സ്വത്വത്തെ ഇല്ല എന്ന രൂപത്തിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു. നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ അവർ നേടിയെടുത്തിരിക്കുന്ന ഒരു പോരാളി എന്ന നിലയ്ക്കുള്ളവരുടെ ചരിത്രമുണ്ട്. അതിനെയും കൂടെ നിഷേധിക്കരുത് ഏകപക്ഷീയമായി. ഒരിക്കലും നിഷേധിക്കുന്നില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം റെക്കോർഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ വേണുവിന് ഞാൻ ലിങ്ക് അയച്ചു തരാം. ഞാനത് ചോദ്യം ചെയ്തു. അവിടെ ആ പോലീസുകാരോട് അവരെടുക്കുന്ന നിലപാടാണ്, അതാണ് പ്രധാനം. ആ പോലീസുകാരോട് അവരെന്തു പറഞ്ഞു എന്നതാണ്.
അതിലെ പ്രധാനപ്പെട്ട വിഷയം 2012 മുതൽ തുടങ്ങിയതാണ് ആ യുദ്ധം. ഇന്നും അവർ ഓർമ്മിപ്പിച്ച എന്താണ്? റെജി ലൂക്കോസെ ഈ കോഴിക്കോട്ടെ സംഭവം പറഞ്ഞുകൊണ്ട് ഇന്ന് അവർ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമില്ലേ? ടി പി അന്നേ പറഞ്ഞു കോഴിക്കോട് പാർട്ടി ഈ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇപ്പോൾ ഒളിച്ചു കളിക്കുകയല്ലേ? ആരാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി, ആരാരുടെ ഇന്നോവ കാറിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പ്രചാരണത്തിനിറങ്ങിയത്, ആരാരുടെ തോളിൽ കൈയിട്ടാണ് വിദേശയാത്ര നടത്തിയത്? ഇതിന്റെ വീഡിയോ സഹിതം പുറത്തു വരികയല്ലേ? എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു ASI വന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ പറയുന്ന പൊതുജീവിതത്തിലുള്ള അവരുടെ സുതാര്യതയെ നിങ്ങൾ സംശയത്തിലാഴ്ത്തുകയാണ്. ആദ്യം പോയി ആ CITUവിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ, കോഴിക്കോട്ടെ CPMന്റെ പ്രധാനപ്പെട്ട നേതാവിനോട് ചോദിക്ക്, നിങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് തൊഴിലാളി വർഗത്തിനൊപ്പമാണോ അതോ വിദേശയാത്രയ്ക്ക് പോയ ഈ പറയുന്ന പുതിയ കിങ്കരന്മാർ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബാന്ധവത്തിന്റെ ഭാഗമായി വന്ന കൂട്ടാണ് എന്ന് അത് ചോദിക്കുക റെജി ലൂക്കോസെ. അല്ല വേണു, ബഹുമാനപ്പെട്ട വേണു, ഞാൻ സംസാരിച്ച് പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് അല്പസമയം തരണം. അത് വലിയ ഒരു ജനാധിപത്യ മര്യാദയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് നുണ പറയാൻ പറ്റും 24 ചാനലിലൂടെ ദിവസങ്ങൾക്ക് മുമ്പ് സംഭവത്തെ കുറിച്ച്. ഇനി അത് വിടൂ. 2012 GP ചന്ദ്രശേഖരൻ മതത്തിന് ശേഷം ഈ പാർട്ടി ഏതെല്ലാം രീതിയിൽ GP ചന്ദ്രശേഖരന്റെ പദവുമായിട്ട് ബന്ധപ്പെട്ട ഈ മോശമായ രീതിയിൽ ഈ പാർട്ടിയെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. 2012 ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ നിന്ന് ആരാ ജയിച്ചത്? അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, ജനതാദളിന്റെ സ്ഥാനാർത്ഥി നാണു എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായിട്ടുള്ള ആളാണ് MLA ആയത്. അങ്ങനെയാണ് എന്തുകൊണ്ട് അന്ന് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ നടക്കുന്നത്. 2009 മുതലുള്ള വടകര മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തിലും കൂടെ പറയുന്നേ. ആ വടകര മണ്ഡലത്തിന്റെ ചരിത്രം ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2009 മുതലുള്ള കണക്ക് പറയേ. നാണുവിൽ തുടങ്ങി നാണുവിൽ അവസാനിക്കുന്നതല്ലോ അവിടുത്തെ കണക്ക്. 2016 കാര്യം ഞാൻ പറഞ്ഞു. 2009 മുതലുള്ള കണക്കാണ് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുന്നത്. 2009 TP ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആ കണക്കിൽ ഒരു തെറ്റും ജനങ്ങൾ വരുത്തിയിട്ടില്ല. നിങ്ങളുടെ കണക്കൂട്ടലാണ് തെറ്റിയത്. നിങ്ങളുടെ കണക്കൂട്ടൽ തെറ്റിയതിന്റെ ഭാഗമായിട്ടാണെന്നേ നിങ്ങൾക്ക് ഈ രമ അവിടേക്ക് വരുമെന്നും രമയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഒന്നും കാണാൻ കഴിയാതെ പോയത്. ഈ ഇടതുപക്ഷത്തിന്റെ MLA മാർ വീരസ്യം പറയലുണ്ടല്ലോ, ഓട് പൊളിച്ചല്ല അകത്തേക്ക് വന്നതെന്ന്. രമയും ഓട് പൊളിച്ചല്ല വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പോകാതെ വേണം. 2009 ബഹുമാനപ്പെട്ട TP ചന്ദ്രശേഖരൻ മരണപ്പെട്ടിട്ടില്ല. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ TP ജീവനോടുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും 2009 മുതലുള്ള കണക്കുകൂട്ടലുകൾ ജനങ്ങൾക്ക് പിഴയ്ക്കുന്നില്ല. പിഴച്ച നിങ്ങൾക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുന്നത് അതേ മണ്ഡലത്തിലുള്ള 2016 ഞങ്ങൾ അവിടെ വിജയിച്ചു വന്നത് വലിയൊരു പുരുഷനോടി. 2021 ഞങ്ങൾ പരാജയപ്പെട്ടു. അത് എന്താണെന്നുള്ളത് ഞാനിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് വേണ്ടത് വ്യക്തമായിട്ടറിയാം. അതിനെ വിമർശിക്കൊന്നും വേണ്ട. 2016 നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ നിയമസഭയിൽ ചെയറിലിരിക്കുന്ന ഷംസീറിനെ തോൽപ്പിച്ചിട്ടുണ്ട് വടകര, P ജയരാജനെ തോൽപ്പിച്ചിട്ടുണ്ട് വടകര. ഈ TP കേസിലെ പ്രതികളുമായി ഇവർക്കൊക്കെയുള്ള എന്തൊക്കെ തരത്തിലുള്ള സൗഹാർദ്ദമാണ് എന്നതും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റെജി ലൂക്കോസെ ആ പരാജയങ്ങളാണ് നിങ്ങൾ പരിശോധിക്കേണ്ടതല്ലാതെ നാണുവിന്റെ വിജയമല്ല. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ NV ബാലകൃഷ്ണൻ. ശരി 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതേ അവസ്ഥ ഞങ്ങൾ 19 സീറ്റ് പരാജയപ്പെട്ടു. 2021 ആ കഥയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, നിങ്ങൾക്ക് CK നാണുവിന്റെയും വീണ ജോർജിന്റെയും പെർഫോമൻസ് മാത്രമേ നിങ്ങളുടെ കണ്ണിൽ വരൂ. ശ്രീ NV ബാലകൃഷ്ണൻ, ഇവിടെ ഈ പിണറായി വിജയനും പിണറായിയുടെ ഈ പറയുന്ന പക്കമേളക്കാരും എല്ലാം നിയമസഭയിൽ ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന്. ഈ രമയുടെ മുഖം നോക്കാതെ ആരുടെ മുഖം നോക്കിയാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്? രമ പറഞ്ഞ ഗൗരവമുള്ളൊരു കാര്യമില്ലേ? ഫെബ്രുവരി 27 ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചതല്ലേ? ആ വിധിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് എന്തുകൊണ്ട് ഈ സർക്കാരിന് അമാന്തം? ഇവിടെ 2 കൂട്ടർ പോയിട്ടുണ്ടല്ലോ സുപ്രീം കോടതിയിലേക്കോ. ഒന്ന്, ഈ പ്രതികൾ മുഴുവൻ പോയിരിക്കുകയാണ് അല്ലേ ഈ കോടതി വിധിക്കെതിരെ. അപ്പോഴും ഈ പിണറായി വിജയന്റെ മേശപ്പുറത്ത് കടലാസ് ഇരിക്കുകയാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൊടുത്തത്, രമയടക്കമുള്ളവർ കൊടുത്ത ഈ കാര്യത്തിലെ തുടർ നടപടികൾ ആവശ്യപ്പെട്ടുള്ള നിവേദനവും നിയമപരമായ അടുത്ത നടപടി വേണമെന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആവശ്യവും. എന്തേ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഇപ്പോ കുഞ്ഞനന്തന്റെ ഭാര്യയെ പോയിരിക്കുകയാണല്ലോ. എന്തിന്? ഈ പറയുന്ന കുഞ്ഞനന്തനുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാര തുകയുണ്ടല്ലോ, അതും ഹൈക്കോടതി ഉയർത്തിയിരിക്കുകയാണ്. ഭാര്യ കൊടുക്കണമെന്നാണ് പറയുന്നത്. ആസ്ഥാന വിധവ എന്ന് പറഞ്ഞ് ഇവരെ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നല്ലോ രമേ. ഇവിടെ ഇപ്പോ ഈ പറയുന്ന കുഞ്ഞനന്തന്റെ വിധവയും കൊടുക്കണം ഈ നഷ്ടപരിഹാര തുക. ആ നിയമയുദ്ധത്തിന് പാർട്ടിയുണ്ട്. ഇവിടെ ഈ പറയുന്ന നിയമയുദ്ധത്തിന് പാർട്ടിയില്ല, ഈ മുഖ്യമന്ത്രിയില്ല. അപ്പൊ ആരുടെ മുഖം നോക്കിയാണ് ഈ മുഖ്യമന്ത്രി നിയമസഭാ മന്ദിരത്തിനകത്ത് ഒളിച്ചിരിക്കുന്നത്? വേണുവിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ ഇതുപോലൊരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ സാമാന്യമായ മര്യാദയും ലോകബോധവും ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. CPM നിന്ന് ആരും വന്ന് ഈ കാര്യങ്ങളൊന്നും എൻഡോസ് ചെയ്യില്ല എന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു അവസരം ഉപയോഗിച്ചിട്ട് ചാനലിനകത്ത് വന്നിരുന്ന് വായി തോന്നിയ കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ ഈ KK രമ, ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യന്മാരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ
രണ്ടാവർത്തി ആലോചിക്കണം. താങ്കൾ ഓർക്കണം, ഈ കെ രമയും അതുപോലെ തന്നെ TP ചന്ദ്രശേഖരനും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് താങ്കൾ എവിടെയായിരുന്നു, എന്തായിരുന്നു താങ്കൾ ചെയ്തുകൊണ്ടിരുന്നത്, താങ്കൾക്ക് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കിയിട്ട്, അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ആദ്യം നമ്മുടെ മനസാക്ഷിയോട് ഒരു ചോദ്യം ചോദിക്കണം. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ട് വേണം അങ്ങ് ഈ കെ രമയെക്കുറിച്ചും അതുപോലെ തന്നെ ചന്ദ്രശേഖരനെ കുറിച്ചൊക്കെ അധിക്ഷേപാർഹമായ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ ഒരു ചാനലിന് മുമ്പിൽ വന്നിരിക്കാൻ. അതൊരു ജനാധിപത്യ അവകാശമാണ് എന്നങ്ങ് കരുതരുത്. അത് ശരിയായ ഏർപ്പാടല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ ആ നിമിഷം മുതൽ നിങ്ങൾ ആദ്യം എന്താ പറഞ്ഞതെന്നറിയാമോ? ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നിട്ട് 10 ദിവസം വീട്ടിലിരിക്കാതെ ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ള സ്ത്രീയാണ്. അതായത് നമ്മുടെ പാരമ്പര്യത്തിന് പറ്റുന്ന പ്രവർത്തനമല്ല രമ നടത്തുന്നതാണ്. അവരുടെ ഭർത്താവായിരുന്ന TP ചന്ദ്രശേഖരൻ, അവരും രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. നിങ്ങളത് കാണണം. എനിക്ക് തൊട്ട് പിന്നിലായി SFIയുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന സഖാവാണ് കെ രമ. അങ്ങനെയാണ് ചന്ദ്രശേഖരൻ കെ രമയെ കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിച്ചിട്ടുള്ള കെ രമ സജീവ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. അവര് ഒരുപക്ഷെ റെജി ലൂക്കോസിന് അറിയില്ലെങ്കിലും കോഴിക്കോട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത കെ മാധവൻ എന്ന് പറയുന്ന അഭിവന്ദ്യനായ ഒരു സഖാവിന്റെ മകളാണ്. അവരുടെ മക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് അനവരതം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. നിറയെ തല്ലുകൊണ്ട ആളാണ്. ഈ റെജി ലൂക്കോസ് ഒക്കെ മറ്റു പല ഏർപ്പാടുകളും ബിസിനസ്സുമായി നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തനം ഏറ്റെടുത്ത ഒരു കുടുംബമാണ് കെ രമയുടെ കുടുംബം. അന്നു മുതൽ അവർക്ക് ഈ കൊലപാതകത്തിന് നമുക്കൊരു പക്ഷെ ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പാർട്ടിക്കെതിരായി ഈ നീതി നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ബോധം റെജി ലൂക്കോസിന് ഉണ്ടാവണം. അത് നല്ലതാണ്. CPMന്റെ ഉത്തരവാദപ്പെട്ട ആരും ഇതുപോലെ ചാനലിൽ വന്നിരുന്നിട്ട് കാര്യങ്ങൾ പറയാനില്ല എന്നുള്ളതുകൊണ്ട് കിട്ടുന്ന ഒരു അവസരം ഉപയോഗിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങേയറ്റം മോശമായ ഒരു ഇതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേണു ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, വേണു ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ചന്ദ്രശേഖരൻ കേസിൽ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാൽ, ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം അവരാദ്യം പറഞ്ഞത് കൊലപാതകമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, CPMന് ഈ ചന്ദ്രശേഖരന്റെ കൊലയിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്നാണ്. ഇന്ന് ഈ നിമിഷം വരെ ആ കാര്യങ്ങളെ കുറിച്ച് അവർ മാറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കേരളത്തിൽ ഒരാൾക്കും ഒന്നും അതുമായി ബന്ധപ്പെട്ട് ഇനി ബോധ്യപ്പെടാനില്ല. മറ്റൊന്നും അതിനകത്ത് ബോധ്യപ്പെടേണ്ട കാര്യമില്ല. ആളുകൾക്ക് അത്രയും അറിയാം. അന്ന് മുതൽക്ക് ഈ നിമിഷം വരെ ഏതൊക്കെ തരത്തിൽ ഈ ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകളെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ അട്ടിമറിക്കാൻ കഴിയുമോ, അതാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെയൊക്കെ വളരെ നെഞ്ചൂക്കോടെ നിന്നിട്ട് ഇത്രയും ശക്തരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നീതി നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള സമരത്തിലാണ് കെ രമ. ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ് കെ രമ എന്ന് പറയുന്ന ഈ സ്ത്രീ, എൻ്റെ ഒരു അനിയത്തിയായി കണക്കാക്കാവുന്ന കെ രമ പോലൊരു സ്ത്രീ നമുക്കൊക്കെ അത്ഭുതമാണ്. കാരണം ഇത്രയേറെ ചങ്കൂറ്റത്തോടെ അവർക്ക് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഈ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അവര് ഓരോ നിമിഷത്തിലും ഇങ്ങനെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്നതും നീതികേടുകൾക്കെതിരായി പൊരുതുന്നതും ഈ ചന്ദ്രശേഖരന്റെ പ്രശ്നത്തെ ഓരോ നിമിഷത്തിലും ഉയർത്തിക്കൊണ്ടുവരുന്നതും അതിനെതിരായിട്ടുള്ള കേസുകൾ നടത്തുന്നതും തെളിവുകൾ ശേഖരിക്കാൻ പോകുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനും CPM എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ തരത്തിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ മറികടന്നു പോകാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ഓരോ നിമിഷത്തിലും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ അവരന്ന് ഇതിന് മൊഴി കൊടുക്കാതെ പുറത്ത് പറയാതെ പോകുന്നല്ല. അവർ അന്ന് ചാനലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ റെജി ലൂക്കോസ് അതിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നതാണ്. ആ ചാനലിന് മുമ്പാകുന്നു ഞാനിപ്പോൾ വരികയാണ്, എൻ്റെ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഞാൻ മൊഴി കൊടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലുള്ള തൊടുന്യായങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഹൈക്കോടതിയുടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിധി വന്നതിന് ശേഷം 20 കൊല്ലത്തേക്ക് പരോൾ പോലും അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രതികളുടെ ഒരു കേസിൽ അല്ല, രമയുടെ നീക്കങ്ങൾ എങ്ങനെ, രമ ആരെ എപ്പോൾ കാണാൻ നിശ്ചയിച്ചു, എപ്പോൾ കണ്ടു, അത് എപ്പോൾ പറഞ്ഞു എന്നതിൽ സൂക്ഷ്മദർശിനി വെച്ച് നിൽക്കുന്ന ഇവർക്ക് ഈ ഫെബ്രുവരി 27 വിധി അട്ടത്ത് വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ഏത് ദർശിനി വെച്ചാണ് ഈ കാര്യത്തെ കാണുന്നത് എന്ന് കാണാനുള്ള കാഴ്ചയില്ല ശ്രീ NV ബാലകൃഷ്ണൻ. അതിനെക്കുറിച്ച് രജി മിണ്ടില്ല. അതിനെക്കുറിച്ച് റെജി ലൂക്കോസിന് മിണ്ടാട്ടമില്ലല്ലോ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ഫയലിന്റെ മേലെ അടയിരിക്കുന്നത്? കുഞ്ഞനന്ദന്റെ ഭാര്യയുടെ കേസിന് മുകളിൽ താല്പര്യം എടുക്കുമ്പോൾ മറ്റു അതിനൊക്കെ പോകുമ്പോൾ ഇതിന് അപ്പീൽ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം നടത്തണം. അതൊരു സർക്കാരിന്റെ ബാധ്യതയാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനെയാണ്, സർക്കാരിന്റെ നീതിന്യായ വ്യവസ്ഥയാണ്. ആ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് കിട്ടേണ്ട നീതിക്ക് വേണ്ടി പൊരുതുക എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ബാധ്യത. ഇടതുപക്ഷം എന്ന് പറയുന്ന വാക്ക് നമുക്ക് മാറ്റിവെക്കാം, പക്ഷേ ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റില്ല എന്ന് മാത്രമല്ല,
അതിന് പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എവിടത്തോളം പോകാമോ, എന്തൊക്കെ ചെയ്യാമോ, എത്ര കാശ് മുതലെടുക്കാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന്റെ കൂടെ കെ രമയെ കയറി അധിക്ഷേപിക്കുകയും കൂടി ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും മര്യാദയുള്ള കാര്യമല്ല. ശ്രീമാനിലേക്കാണ് എനിക്ക് പോകേണ്ടത്. പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, അങ്ങയുമായി ബന്ധപ്പെട്ട ചില രൂക്ഷ വിമർശനങ്ങൾ വന്നുകൊണ്ട് അങ്ങയുടെ മറുപടി. അല്ല, അത് സ്വാഭാവികമായി ഇവർക്കൊക്കെ ഉത്തരം മുട്ടുമ്പോ ഈ രീതിയില് ചാനൽ ചർച്ചയിൽ വന്ന് സംസാരിക്കുന്ന ഇടതുപക്ഷക്കാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, അത് കേൾക്കുമ്പോൾ ആസ്വദിക്കുന്ന ഒരാളുണ്ടെന്ന് ഇവരുടെ ധാരണ ഇരിക്കുന്നത്. അപ്പൊ നമ്മള് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ട. ഞാൻ വളരെ ഉത്തരവാദിത്വമാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. കെ രമ ഞാനെഴുതുന്ന ഒരു ചർച്ചയിൽ അവരുടെ ഭർത്താവിന്റെ കൊലപാതകളായ 3 പ്രതികളെ ശിക്ഷയിൽ ഇളവ് നൽകുന്ന ഫയലുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ന് വാർത്തകൾക്ക് ശേഷം വന്ന ഞാനെടുത്ത ചർച്ചയിൽ ബഹുമാനപ്പെട്ട കെ രമ MLA ഉന്നയിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി കുറവുണ്ടോ, എന്തുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് ഫെബ്രുവരി 27 വന്ന വിധിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ ഒരു ഹർജി കിടപ്പുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുൻപാകെ, ഈ പിണറായി വിജയന്റെ മുൻപാകെ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും പറഞ്ഞിട്ടുണ്ട്, രമയെ പോലുള്ള ആവലാതിക്കാരും പറഞ്ഞിട്ടുണ്ട്. എന്തേ അങ്ങോട്ടേക്ക് ഒരു നോട്ടം പോകുന്നില്ല? അങ്ങ് രമയുടെ എല്ലാ നോട്ടങ്ങളും നോട്ടക്കുറവുകളും എല്ലാം ഇങ്ങനെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരു വ്യക്തിയാണല്ലോ. എന്തേ ഈ കാര്യത്തിലുള്ള നോട്ടക്കുറവിനെ പറ്റി നിശബ്ദത? ഒന്നൊന്നിലേക്ക് വഴിവെക്കുകയാണല്ലോ ചെയ്തത്. ആദ്യം ഈ അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണ് സർക്കാരെങ്കിൽ ഈ നടപടിയിലേക്ക് പോകുമോ ഈ സംവിധാനം? അല്ല വേണു, ഞാനെന്ന് ചോദിക്കട്ടെ, അവര് തന്നെ നിയമപരമായ രീതിയിൽ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി കൊടുത്ത അപ്പീൽ പ്രകാരമല്ലേ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കൊടുത്തത്? അതാണോ ആവശ്യമായിരുന്നത്? ഇത് അപൂർവത്തിൽ അപൂർവമാണ്. പരമാവധി ശിക്ഷ എന്നതായിരുന്നു ആവശ്യം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ N. ശ്രീകുമാർ, ഇവിടെ 1-ാം തീയതി മഹുവ മൊയ്ത്ര സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മഹുവ മൊയ്ത്ര പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദിവസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ മോദി, താങ്കൾ അവിടെ ഇരിക്കുകയായിരുന്നല്ലോ, ഞാൻ സംസാരിക്കുമ്പോൾ എഴുന്നേൽക്കരുതേ, ഇങ്ങനെ പേടിക്കരുതേ എന്ന്. മോദി അപ്പോൾ തന്നെ പൊടിയും തട്ടി അങ്ങ് പോയി അവിടെ നിന്ന്. മഹുവയുടെ ഉഗ്രൻ പ്രസംഗവും അവിടെ നാം കണ്ടതാണ്. അപ്പോൾ മഹുവയെ പുറത്താക്കാൻ നോക്കുന്നു, പക്ഷെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ച് അവരെ തിരികെ കൊണ്ടുവന്നിരുത്തുന്നു. പണ്ട് ശക്തനെന്ന് പറഞ്ഞയാളെ ദുർബലനാക്കുന്നു. ഈ ജനവിധി എങ്ങനെയാണോ മോദിക്ക് മനസ്സിലാകാത്തത്, അങ്ങനെ തന്നെയാണോ പിണറായിക്കും? എന്ന് മാത്രമല്ല, മഹുവയെ പേടിച്ചു പോകുന്ന മോദി എന്ന് പറയുന്നത് രമയെ പേടിച്ചു പോകുന്ന പിണറായിക്ക് തുല്യം തന്നെയല്ലേ? വേണു, രമയെ പേടിച്ചു പോകുക എന്ന് പറയുമ്പോഴേ അതൊരു നാണക്കേടിൻ്റെ പ്രശ്നമുണ്ട്. കാരണം CPM-നെ പോലെ വീരശൂര പരാക്രമികളായിട്ടുള്ള ഒരു പാർട്ടിയെ വളരെ മോശം, വളരെ എന്താ പറയുക, തീരെ അപ്രസക്തമാക്കുന്ന രീതിയിൽ വടകരയിൽ തോൽപ്പിച്ചത് 2 പേരുടെ നേതൃത്വത്തിലുള്ളൊരു പാർട്ടിയല്ല, ഒരു കൊച്ചു പാർട്ടി. കെ രമയും നമ്മുടെ വേണു, ഈ 2 നേതാക്കളാണ് വടകരയിൽ ഈ പാർട്ടി RMP എന്ന പാർട്ടിയെ വളർത്തിയത്. ആ RMPയുടെ ശക്തിയിൽ CPM വടകര നിയോജകമണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും ക്ഷയിച്ചു പോയി. OGM പഞ്ചായത്തിൽ അവരില്ല. ഇത്തരം ഒരവസ്ഥയിൽ മുഖ്യമന്ത്രി രമയ്ക്ക് മറുപടി പറയുമ്പോൾ പാർട്ടി നേതൃത്വത്തിന് നാണക്കേടാണ്. കാരണം എന്താ പറഞ്ഞത്? കുലംകുത്തിയുടെ ഭാര്യ. അപ്പം കുലംകുത്തിയുടെ ഭാര്യ കട്ട സപ്പോർട്ട് ആരുടെ? UDF-ന്റെ. കോൺഗ്രസ് പൂർണ്ണ സപ്പോർട്ടോടുകൂടി രമയെ സഭയെ കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് രമയാണ് അവർ പല കാര്യങ്ങളും സംസാരിക്കാൻ ഏൽപ്പിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല വേണു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് രമയുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ എന്നൊരു മുഖ്യമന്ത്രിക്ക് അത് രാഷ്ട്രീയമാണ് കേട്ടോ, വ്യക്തിപരമല്ല. അത് ആ പാർട്ടിക്ക് ഒരു അപജയമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. ഒരു RMP എന്ന കൊച്ചു പാർട്ടിയുടെ വനിതാ നേതാവിൻ്റെ മുമ്പിൽ CPM-ന്റെ മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നവർക്ക് തോന്നുമായിരിക്കും. അതുകൊണ്ടാണ് രമയുടെ ഒരു ചോദ്യത്തിന് അവർ മറുപടി പറയാത്തത്. പക്ഷേ എനിക്ക് അതല്ല രസം, അതല്ല കാര്യം. അതായത് ഈ കെ രമയ്ക്ക് മുഖ്യമന്ത്രി മറുപടി പറയാത്തതിനെ കുറിച്ച് നമ്മുടെ സാധാരണഗതിയിൽ ഈ സമൂഹത്തിലുള്ള മറ്റ് സംസ്കാര സമ്പന്നരായ വനിതാ വിമോചന പ്രവർത്തകർക്കൊന്നും പറയാനില്ലല്ലോ. അതാണ് അതിലും വലിയൊരു സങ്കടകരമായ അവസ്ഥ. കെ രമ വാച്ച് ആൻഡ് വാർഡുമായിട്ടുള്ള തർക്കത്തിൽ അവരുടെ കൈയൊടിഞ്ഞു. ആ കൈയൊടിഞ്ഞത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞൊരു MLA-യും കൂട്ടരും പത്രസമ്മേളനം അടക്കം നടത്തി പറഞ്ഞില്ലേ? എന്നിട്ട് കെ രമയുടെ കൈയൊടിഞ്ഞു എന്ന് വ്യക്തമായില്ലേ? അപ്പോൾ കെ രമ ഇവർക്ക് പാർട്ടിക്ക് ഇഷ്ടമല്ല, MLA-മാർക്ക് ഇഷ്ടമല്ല, മന്ത്രിമാർക്ക് ഇഷ്ടമല്ല. കാരണം എന്താണ്? വ്യക്തിപരമൊന്നും ഞാൻ പറയില്ല. ആ പാർട്ടിയെ തോൽപ്പിച്ചൊരു കരുത്താൻ്റെ രമ. അതായത് CPM നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക വേണു, എത്ര വർഷമായിട്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണ്. RMPയുടെ വളർച്ചയ്ക്ക് എത്ര വയസ്സുണ്ട്? ആ ഒരു എന്തൊക്കെ പറഞ്ഞാൽ കെ രമ എന്ന് പറഞ്ഞാൽ RMP എന്നുള്ളത് ആരും പറയുന്നില്ല. കെ രമ എന്നേ പറയുള്ളൂ. ആ കെ രമയുടെ ചോദ്യം ചോദിക്കുമ്പം എനിക്ക് ഉത്തരം തരൂ മിസ്റ്റർ വിജയൻ എന്ന് പറയുമ്പോൾ എങ്ങനെ കേട്ടിരിക്കും എൻ്റെ വേണു? അംഗീകരിക്കുന്നില്ല. ഇന്ന് കേട്ടില്ലേ ഈ ആരോഗ്യമന്ത്രി എപ്പോഴെങ്കിലും രമ എന്ന പേര് ഉച്ചരിക്കുന്നത് കേട്ടോ? പ്രമേയ അവതാരക, ബഹുമാനപ്പെട്ട നിയമസഭാംഗം, ഇവരെങ്ങനെയാണ്
ഈ പറയുന്ന ഒരു രാഷ്ട്രീയ അസ്തിത്വം ഇങ്ങനെ നിഷേധിക്കുന്നത്, അതും നിയമസഭ പോലെ ഒരു സ്ഥലത്ത്? അതായത് CPM-ന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ വൃന്ദ കാരാട്ടിൻ്റെ. പിന്നീട് അവരത് നിഷേധിച്ചു. പാർട്ടിയിൽ വൃന്ദ കാരാട്ട് അനുഭവിച്ചൊരു ഒരു നിലപാടിനെ കുറിച്ച് അവർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞ CPM-ൽ നമുക്ക് മുമ്പുള്ള നേതാക്കളൊക്കെ എങ്ങനെയാണ്, വനിതാ നേതാക്കളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് RMPയുടെ നേതാവായ KK രമയെ അല്ല അവർ കാണുന്നത്. അവർ കാണുന്ന വെച്ചാൽ TP ചന്ദ്രശേഖരനെ ഉന്മൂലനം ചെയ്തപ്പോൾ അതോടെ ആ വിഭാഗം പോയി എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, KK രമയുടെ നേതൃത്വത്തിൽ പിന്നെ വേണു അല്ലേ സപ്പോർട്ട്. ആ വേണു KK രമയും കൂടെ ചേർന്നിട്ട് പാർട്ടി വളർത്തി, ഒരു MLA ഉണ്ടാക്കി, ഒരു MP-ക്ക് വൻ ഭൂരിപക്ഷം നേടിക്കൊടുത്തു. നിസ്സാര കാര്യമല്ല വേണു. CPM എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം, സമ്പത്തും ആൾബലവും നേതൃബലവും എല്ലാം ഉള്ള പ്രസ്ഥാനത്തിന് മുമ്പിൽ ഒരു വനിതാ നേതാവ് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് വനിതാ മന്ത്രിയെ ഏർപ്പെടുത്തുക. എന്നാൽ കഴിഞ്ഞ തവണ MP രാജേഷ് ആയിരുന്നു. അത് വേണ്ട, രാജേഷ് പറയണ്ട, എങ്കിൽ വനിതാ മന്ത്രിയെ നിൽക്കട്ടെ. ഇത് അവരുടെ പാർട്ടിക്കുള്ളിലെ കാര്യമാണെന്ന് എനിക്കറിയില്ല മന്ത്രിയെ മാറ്റി കൊടുത്തത്. പക്ഷേ ആഭ്യന്തര കാര്യം പറയുമ്പം ആരോഗ്യമന്ത്രിയാണോ പറയേണ്ടത്? ആരോഗ്യമന്ത്രി വിദേശയാത്ര നടത്തുമല്ലോ. അപ്പോൾ ഒരു ചുമതലയും ആർക്കും ഏൽപ്പിക്കാതെ ഭദ്രമായിട്ട് അത് അവനവന്റെ കീശയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാണ് അദ്ദേഹം വിദേശയാത്ര പോകുന്നത്. രമയുടെ മുഖത്ത് നോക്കാനുള്ള വൈമനസ്യത്തിന്റെ ഭാഗമായി മാത്രമാണ് ഈ പറയുന്ന താൽക്കാലിക ചുമതല മാറ്റം. പല മുഖങ്ങളിലൂടെ പിണറായി അതിന് പ്രതിരോധം തീർക്കുന്നു. ശരി, ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞോളൂ. ഞാൻ ആ സുഹൃത്തിനോട് ഒരു കാര്യം പറയാം. 2000-ൽ കൈരളി ചാനൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ച മുതൽ കേരളത്തിൽ ആദ്യത്തെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സീരിയൽ ചെയ്ത ആളാണ് കൈരളി ചാനലിൽ. കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി EK നായനാർ യേശുദാസിനെ ഉൾപ്പെടെയുള്ളവരെ അവതരിപ്പിച്ചുകൊണ്ട് 18 എപ്പിസോഡ്. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്ത് പോകുമായിരുന്നു. എന്റെ നാട്ടിലെ CPM-ന്റെ ആദ്യത്തെ ബ്രാഞ്ച് കമ്മിറ്റി തുടങ്ങിയത് എന്റെ നേതൃത്വത്തിലാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കേരളത്തിലെ ഒരുപാട് കലാകാരന്മാര്, സാങ്കേതിക വിദഗ്ധന്മാര് ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്, അതും രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് വിശദീകരിച്ചാൽ അതിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബന്ധമുണ്ട്. ഞാൻ പാർട്ടിയുടെ മെമ്പർ. അല്ലാതെ നിങ്ങൾ ചർച്ചയിലിരിക്കുമ്പോൾ മറുപടി പറയാതെയുണ്ട്. ചർച്ചയിൽ അപമാനിക്കുന്ന പ്രവർത്തനങ്ങൾ താങ്കൾ ആലോചിക്കണം. താങ്കളാണ് ആലോചിക്കേണ്ടത്. KK രമയെ പോലെ, ചന്ദ്രശേഖരനെ പോലെ ആളുകളെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് ആലോചിക്കാനുള്ള ബാധ്യത താങ്കൾക്കാണ്. സുഹൃത്തെ, നിങ്ങൾ സംസാരിപ്പ് ഞാൻ വേണ്ടിയോ? ബഹുമാനപ്പെട്ട KK രമ MLA-യുമായിട്ട് അവർ MLA ആകുന്നതിന് മുമ്പ് മുതൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളാണ് ശരിക്കും ചർച്ചയിൽ അവരെ എഴുത്തി കാണിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളെ പഠിച്ചിട്ട് എനിക്കൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ശ്രീ NV ബാലകൃഷ്ണൻ, ഇതിപ്പോ വ്യക്തിപരമാക്കേണ്ടതില്ല. കാരണം അങ്ങേയറ്റം പ്രതിരോധത്തിലാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ റെജി ലൂക്കോസിനെ പ്രതിരോധത്തിലാക്കേണ്ട. മുഖ്യമന്ത്രിയാണ് പ്രതിരോധത്തിൽ. റെജി ലൂക്കോസിന്റെ പ്രതിരോധം എന്ന രൂപത്തിലേക്ക് അതിനെ കാണേണ്ടതില്ല. മുഖ്യമന്ത്രിയാണ് പ്രതിരോധത്തിൽ. മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഒറ്റയാളാണ്, അത് KK രമയാണ്. രമയ്ക്ക് മുഖം കൊടുക്കില്ലേ എന്ന ന്യൂസ് ഈവനിംഗ് ചർച്ച തുടരുകയാണ്. ശ്രീ N ശ്രീകുമാർ, ഇവിടെ രമ ഇന്നലെ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പിണറായി സർക്കാരിനറിയാം ഇനി അവർ അധികാരത്തിൽ വരില്ല എന്ന്. അപ്പോൾ അതിനു മുൻപ് തന്നെ പ്രതികളെ പുറത്തെത്തിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികളല്ല, കുറ്റവാളികൾ, അവരെ പുറത്തെത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അങ്ങനെയല്ലേ ഈ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് നടന്ന രഹസ്യ നീക്കത്തെയും കാണേണ്ടത്? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 പേരെ സസ്പെൻഡ് ചെയ്തില്ലേ? ഈ മൊഴിയെടുക്കാൻ പോയ ആളെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയില്ലേ എന്ന് ചോദിച്ചാൽ യോഗി ആദിത്യനാഥിന്റെ യുക്തിയാണത്. ഹാത്രാസ് ദുരന്തത്തിൽ കുറച്ച് ആളുകൾക്കെതിരെ നടപടിയെടുത്തില്ലേ എന്ന് ചോദിക്കും. നടപടി എടുക്കേണ്ടവർക്കെതിരെ നടപടിയെടുത്തോ എന്നതാണ് കാതലായ ചോദ്യം. ആ കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച തന്നെയല്ലേ ഈ സർക്കാർ വരുത്തിയിരിക്കുന്നത്? കൂടാതെ ഒരു കാര്യം കൂടി, ഈ ആസാദി കാ അമൃത് മഹോത്സവ് 2022 എന്നാണല്ലോ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ശിക്ഷാ ഇളവിന്റെ നീക്കങ്ങൾ നടന്നതെന്നാണല്ലോ പറയുന്നത്. 2014 ഈ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന അന്നു മുതൽ തുടങ്ങിയതല്ലേ ഈ TP കേസിലെ പ്രതികൾക്ക് ആസാദി കാ മഹോത്സവ്? അല്ല വേണു, അത് പരസ്യമാണല്ലോ. കാരണം CPM-ലെ ഒരു വിഭാഗം TP ചന്ദ്രശേഖരൻ്റെ വധം ഉണ്ടായ ശേഷം നടത്തിയ പ്രതികരണങ്ങൾ, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്ന് അദ്ദേഹമാണ് പറഞ്ഞത് കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന്. പക്ഷേ അത് അംഗീകരിക്കാൻ മറ്റൊരു പ്രമുഖ നേതാവും മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും പോളിറ്റ് ബ്യൂറോ അംഗം ഒക്കെ ആയിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം VS അച്യുതാനന്ദൻ തയ്യാറായില്ലല്ലോ. അത് മറക്കരുത്. കാരണം അന്ന് അച്യുതാനന്ദൻ രമയുടെ വീട്ടിൽ പോയ ദിവസമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉപതെരഞ്ഞെടുപ്പ് ദിവസം നെയ്യാറ്റിൻകരയിൽ ശെൽവരാജ് രാജിവെച്ചത്, അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതായത് എന്തുകൊണ്ട് അന്ന് പോയി, അത് പാർട്ടി തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന CPM പ്രവർത്തകരുടെ ഒരു വികാരമാണ് അവിടെ നടന്നത്.
കാരണം വെച്ചാൽ ഒരാളെ കൊന്നിട്ടല്ലല്ലോ ഒരു പാർട്ടി ഇല്ലാതാക്കുന്നത്. ഇവിടെ CPM-നെ പറ്റി അബദ്ധം എന്താണ്? ഒരാളെ കൊന്നപ്പോൾ അവർ വിചാരിച്ചു ഒരു പാർട്ടി ഉണ്ടാകില്ലാതെ. പക്ഷേ ഒരാളെ കൊന്നപ്പോൾ ഭയക്കാതെ ഒരു വീട്ടമ്മ പൊതുരംഗത്തെ, വീട്ടമ്മ വെച്ചാൽ അവരതിനു മുമ്പ് SFI പ്രവർത്തകയായിരുന്നു, പക്ഷേ പൊതുരംഗത്ത് വന്ന് ഒരു പാർട്ടി കെട്ടിപ്പടുത്ത് ആ പാർട്ടിയെ മുന്നോട്ട് നയിച്ച് അവരുടെ പ്രതിനിധിയായിട്ട് ജനങ്ങളുടെ അംഗീകാരത്തോടെ നിയമസഭയിൽ വരുമ്പോൾ നാളെ KK രമയ്ക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ഉന്നയിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറ്റൊരാളെ ഏർപ്പെടുത്തുന്നു എന്ന എന്നൊരു ചോദ്യം എഴുതി അവർക്ക് സ്പീക്കർക്ക് കൊടുക്കാം. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് മുഖ്യമന്ത്രി പകരക്കാരെ ചുമതലപ്പെടുത്തുന്നു? ആലോചിക്കുക, ഇനി വരുമെന്ന് നമുക്ക് ആലോചിക്കാം. വിവാഹ ചടങ്ങുകൾ നടത്തുക, നിയമസഭയിൽ ഒരു അംഗവുമായി ബന്ധപ്പെട്ട് എന്താണോ നടപടിക്രമം അതിൽ വിമുഖത കാട്ടുക. അപ്പൊ ആരോടാണ് ബാന്ധവം, ആരോടാണ് താല്പര്യം എന്നത് വ്യക്തമല്ലേ? ഈ സ്പീക്കറുടെ ലൈനി രമ പോയി ഒരു കടലാസ് കഷ്ണം കൊണ്ടുപോയി കൊടുക്കേണ്ടത് അല്ല വേണു, ഇതൊരു തെറ്റായ ഞാൻ പറഞ്ഞ സ്പീക്കർ എന്ന് വെച്ചാൽ കസേരയാണ്. അതിൽ നിങ്ങൾ ഇതൊരു തെറ്റായ കീഴ്വഴക്കം വേണോ? പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം അസംബ്ലിയിൽ എത്താൻ വൈകി. അപ്പോൾ അദ്ദേഹം ഒരു ബോംബെക്ക് പോയിരിക്കുക, അതൊരു ബോംബെ യാത്ര. അക്കാലത്ത് കുറച്ച് വിവാദം ഉണ്ടാക്കിയിരുന്നത് കൃത്യമായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ എവിടെ കരുണാകരൻ എന്നാണ് അന്ന് MP രാഘവനൊക്കെ എന്ന കരുത്തനായ CPM നേതാവായിരുന്നു. എവിടെ കരുണാകരൻ എന്ന് ചോദിച്ചു. വിത്തിൻ മിനിറ്റ്സ് കരുണാകരൻ കയറുന്നു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ നാട്ടിൽ സംഭവിച്ചത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരെ ഭരിച്ച നാട്ടിലെ സഭയിൽ ഉണ്ടായിട്ടും അവിടെ ലോഞ്ചിൽ പോയിരിക്കുന്നത് ശരിയല്ല. അപ്പം ഇതൊരു കീഴ്വഴക്കമാക്കാൻ പാടില്ല. കാരണം നാളെ UDF നാളെ അധികാരത്തിൽ വരുന്നു വയ്ക്കുക. ഒരു CPM നേതാവ് ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിരുന്നാലോ? ആ തെറ്റായ കീഴ്വഴക്കമാണ്. അത് പ്രതിപക്ഷത്തിൽ പോലും CPIക്ക് പോലും താല്പര്യം ഉണ്ടാവില്ല. കാരണം ചിറ്റേ ഗോപകുമാരെ സഭ നിയന്ത്രിച്ച സമയത്ത് അദ്ദേഹം രമയെ തടസ്സപ്പെടുത്തിയില്ലല്ലോ. ഇവിടെ രമയെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, രമയ്ക്ക് പരിക്കേൽക്കുമ്പോൾ പരിക്കേറ്റില്ല എന്ന് പറയുക മാത്രമല്ല, അവർ MLA എന്ന നിലയ്ക്ക് അവരുടെ അവകാശം, അതായത് വടകരയിലത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് രമ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ വടകരയിലെ ജനങ്ങളോട് ഞങ്ങൾ ഉത്തരം പറയില്ല എന്നാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതാണെങ്കിൽ അവർ ഒരു ആർജവമുള്ള പാർട്ടിയാണെങ്കിൽ അവരത് തുറന്നു പറയണം. അപ്രഖ്യാപിത നയം പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, അപ്രഖ്യാപിത നയം പാടില്ല. KK രമ എന്ന വ്യക്തിക്ക് മുഖ്യമന്ത്രി ഉത്തരം കൊടുക്കില്ല എന്നത് CPM-ന്റെ അപ്രഖ്യാപിത നയമാണെങ്കിൽ തിരുത്തണം. കാരണം രാഷ്ട്രീയമാണല്ലോ എല്ലാം. വാദവുമാണത്. രമയോട് മിണ്ടില്ല എന്നങ്ങനെയെങ്കിൽ പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും വ്യക്തമാക്കണം. അങ്ങനെയെങ്കിൽ പിന്നെ രമയ്ക്ക് ഇനിയിപ്പോൾ ചോദ്യം ചോദിക്കാതിരിക്കാമല്ലോ. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ നിങ്ങൾ അവരുടെ പേരെടുത്ത് പറയുന്നില്ല, ആ രാഷ്ട്രീയ അസ്തിത്വം അംഗീകരിക്കുന്നില്ല. അവർ പരോളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നില്ല. ഇപ്പോൾ അങ്ങ് ഈ പറയുന്ന ഒരു ASI വന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി യഥാസമയം പൊതുസമൂഹത്തോട് പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന പരോളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണമെന്ന് ഒരു നിയമസഭാ സാമാജിക നിലയിൽ കൊടുത്ത കാര്യമുണ്ട്. അവർക്ക് അവിടെയാണ് കിട്ടേണ്ടത്. ഒരു CPM നേതാവ് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അത് RTI പ്രകാരം കൊടുക്കാവുന്നതല്ലേ, അങ്ങനെ കിട്ടുമല്ലോ എന്ന്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിലൂടെ അല്ല. ഇതിപ്പോൾ CPM പ്രവർത്തകൻ അല്ലെങ്കിൽ ആ CPM-ന്റെ പ്രതിനിധി ഉപദേശിക്കുന്ന മട്ടിൽ പോകേണ്ട ഒരാളല്ല KK രമ. അത് സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി RTI എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന്. ഇവിടെ ഇപ്പോൾ ആ നിയമസഭാ സാമാജിക അവരുടെ അവകാശമാണ്. അതിന്റെ അടിസ്ഥാനപരമായാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറുപടിയില്ല. മുഖത്തോട് മുഖം ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടിക്കിരിക്കില്ല. ഇതെന്ത് സമീപനമാണ്? അല്ല, ഞാൻ രണ്ട് കാരണങ്ങൾ പറയാം. ഒന്ന്, ബഹുമാനപ്പെട്ട KK രമയെ കേരള നിയമസഭയിൽ അംഗമായിട്ട് 3 വർഷം കഴിഞ്ഞു. കൃത്യം 3 വർഷമായി. കഴിഞ്ഞ 1 വർഷം മുമ്പ്, ഞാൻ വൈകിയ ഓർമ്മ വന്ന്, കഴിഞ്ഞ 1 വർഷം മുമ്പ് അവരോട് മാധ്യമങ്ങളിൽ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അവഗണന ഈ സർക്കാരിൽ നിന്നുണ്ടോ? നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വളരെ നിർണായകമായ ഒരു സമയത്ത് നിങ്ങൾ നിയമസഭാ പ്രവേശനം കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് റെക്കോർഡറാണ്, അത് തർക്കിക്കണ്ട. അവർ പറഞ്ഞെന്താ അറിയോ? ആ രീതിയിലുള്ള അവഗണന ഒന്നും എനിക്ക് കിട്ടാറില്ല. ലോക്സഭ വടകര നിയോജകമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെല്ലുന്ന ഏത് സമർപ്പിക്കുന്ന നിവേദനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പരിഗണന നൽകാണ്ട് പ്രത്യേകിച്ച് റോഡിന്റെ കാര്യത്തിൽ അവർ പലപ്പോഴും പറഞ്ഞു. ഇതൊക്കെ ജനാധിപത്യ കേരളത്തിൽ സ്വാഭാവികതയായി കാണേണ്ടതാണ്. അല്ലാതെ ഒരു അപൂർവതയായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. ചോദ്യത്തിന് മറുപടി ശ്രീ റെജി ലൂക്കോസ്, പരോളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിയമസഭാ സാമാജിക നിലയിൽ ചോദിച്ചപ്പോൾ കൊടുത്തില്ലെങ്കിൽ അത് അവഗണനയാണോ പരിഗണനയാണോ? ആ ഒറ്റക്കാര്യത്തിന് മറുപടി പറ. പിന്നെ നമുക്ക് മണ്ഡല വികസനത്തിന്റെ കാര്യം ചർച്ച ചെയ്യാം. അല്ല, വേണു എന്നോടെന്നാ ചോദിച്ചു, അവരെ അവഗണിക്കുന്നു, മോഹം കൊടുക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ കാരണമാണ്, അതിന്റെ കാരണമാണ് ചൂണ്ടിക്കാട്ടിയത്. അല്ല, അതിന് അങ്ങനെ ഒരു അവഗണന അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ 2022 മുതൽ പെൻഡിംഗ് ആണ് ആ പരോളുമായി ബന്ധപ്പെട്ട അവരുടെ വിവരങ്ങൾ. 2021 ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന കണക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ 2022 മുതലുള്ള അവരുടെ അവകാശ ലംഘനത്തിന്റെ കാര്യത്തിലുള്ള യുക്തി കൂടെ പറഞ്ഞു തരണം. വളരെ ബാലിശമായ ഒരു ചോദ്യമല്ലേ? ഒരു കേരള സർക്കാർ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിക്ക് ശിക്ഷകൾ കൊടുക്കാൻ പറ്റും. അത് ഗവർണർ. അതൊന്നുമല്ല, പരോളിന്റെ കണക്ക് നിയമസഭാ സാമാജികയോട് പറഞ്ഞില്ല എന്നതാണ് എന്റെ ചോദ്യം. പരോളിന്റെ കണക്ക്
പിന്നെ മാത്രമല്ല എപ്പോഴും വിളക്ക് പിടിച്ചിങ്ങനെ നടക്കണോ ഈ മുഖ്യമന്ത്രിയുടെ പിന്നാലെ? ഇയാൾ ആർക്കെങ്കിലും ശിക്ഷാ ഇളവിനുള്ള നീക്കം നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇയാളുടെ കീഴിലുള്ള ആരെങ്കിലും അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? ഇയാൾ അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രത്തോളം മുന്നോട്ട് പോയി? ആ കടലാസ് ഇപ്പോൾ ഏത് മേശയിൽ ഇരിക്കുകയാണ്? അതിലേക്ക് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രസാദിക്കൽ എപ്പോഴാണ്? ഇങ്ങനെ വിളക്ക് പിടിച്ച് നടക്കണോ? ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഇവിടെ ഈ നിയമസഭാ സാമാജികയുടെ രാഷ്ട്രീയ അസ്തിത്വം സഭയ്ക്കകത്തും പുറത്തും നിഷേധിച്ച് എത്ര കാലം ഇങ്ങനെ ഈ പറയുന്ന മുഖം പൂഴ്ത്തി നിൽക്കാൻ CPM-ന് കഴിയും? ഇപ്പോ രമയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖം തന്നെയാണല്ലോ അവർ. അതിലേക്ക് എങ്ങനെയാണ് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയുക? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വേണു, അവർക്ക് കുറച്ചു കാലത്തേക്കൊക്കെ രമയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാം, പക്ഷെ അവർക്ക് ചരിത്രത്തിന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാനാവില്ല. കാരണം ചരിത്രം ഈ പറയുന്ന പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുഖത്ത് കരികൊണ്ട് എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. അത് എത്രയൊക്കെ അവർ നിഷേധിക്കാൻ ശ്രമിച്ചാലും നിഷേധിക്കപ്പെടില്ല. ചരിത്രത്തിൽ അത് സ്ഥാപിതമാവുക തന്നെ ചെയ്യും. ഇപ്പം അതിപ്പോൾ കേരളത്തിൽ ആർക്കെങ്കിലും ഇപ്പോൾ ഒരു സംശയമുണ്ടോ ഈ കാര്യത്തിൽ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്? ഇങ്ങനെയാണ് ഇവർ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2021 മുതൽ പരോളിന്റെ വിവരങ്ങൾ ചോദിച്ചിട്ട് KK രമയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിയമസഭയുടെ എന്താണ് അവകാശത്തിന്റെ പ്രശ്നമാണല്ലോ, ഒരു അംഗത്തിന്റെ അവകാശത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചരിത്രത്തിൻ്റെതായ ഒരു നീതിബോധവും നീതിശാസ്ത്രവും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ഇതിനൊക്കെ അവർ കണക്ക് പറഞ്ഞേ മതിയാവും. ഇതിനൊന്നും കണക്ക് പറയാതെ അത് പിണറായി വിജയനായിരുന്നാലും ശരി, CPM ആയിരുന്നാലും ശരി, ഇനി മറ്റാരായിരുന്നാലും ശരി, അങ്ങനെ പോകാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ രജി ലോക്കോസിനെ വ്യക്തിപരമായിട്ടൊന്നും പറയല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്ഥാനത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ലാതാകുമ്പോഴോ ഒക്കെയാണ് ഞാൻ പറയുന്നത്. അതിലൊന്നും വേറെ തരത്തിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ആ നിലയിൽ അദ്ദേഹം അത് എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് പ്രശ്നം. ഈ ചരിത്രത്തിന് മുമ്പിൽ നമ്മൾ മറുപടി പറഞ്ഞേ പറ്റൂ. രജി ലൂക്കോസ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഒന്ന് പഠിച്ചാൽ, ഒന്ന് സാമാന്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ താങ്കൾക്ക് നിസ്സംശയമായി മനസ്സിലാവും ഇതിനൊക്കെ മറുപടി പറയിച്ചിട്ട് മാത്രമേ ചരിത്രം അവസാനിക്കുകയുള്ളൂ. ചരിത്രം അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അതൊന്നും ഒരുപാട് പറയേണ്ടതാണ്. അതൊക്കെ ഉണ്ട് എന്ന് താങ്കളൊന്ന് ഓർത്ത് വെക്കുന്നതെങ്കിലും നല്ലതാണ്. ശരി, രമ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. രമയല്ല, കേരള മുഖ്യമന്ത്രിയോട് ഈ ചോദ്യവും ചോദിക്കും. എപ്പോൾ രമയുടെ മുഖത്ത് നോക്കി താങ്കൾ മറുപടി പറയും? വളരെയധികം നന്ദി ന്യൂസ് ഈവനിങ്ങിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.